ഇന്ന് കറ്റാർവാഴ വച്ചേ ഒരു സംഗതി ഞാൻ കാണിച്ചു തരാവേ. ഇതുപോലെ നിങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇത് പറഞ്ഞു പോയി, എല്ലാം മാറ്റി വെക്കാനായി. നമുക്കിത് തന്നെ അങ്ങ് എടുക്കാം. ഇത്രയും കറ്റാർവാഴ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. മാക്സ് കൂട്ടിന് കൊണ്ടുകൂടെ കേട്ടോ. എൻ്റെ കൂടെ പണിക്ക് കൂടാൻ വന്നതാണ്. ഞാൻ എവിടെ പോയാലും അവരും കാണും കൂടെ. നമ്മുടെ ചാല് ഇവിടെ ഒരു ഉറവ വരുന്നത്, വെള്ളം പോകുന്നൊരു ചാലാണേ. അത് കുറച്ച് മണ്ണ. ഇതാ നമ്മുടെ വേസ്റ്റ് കമ്പോസ്റ്റ് കേട്ടോ. പഴയൊരു വാട്ടർ ടാങ്ക് ആയിരുന്നേ, അതിന് ഹോള് വീണപ്പം ഞങ്ങൾ വേസ്റ്റ് ഇടാൻ വേണ്ടി എടുത്തു. അതുകൊണ്ട് നല്ല വേസ്റ്റ്, പിന്നെ നമ്മുടെ വേസ്റ്റ് കമ്പോസ്റ്റാണ് കേട്ടോ. ഇന്ന സൂപ്പർ വളവാണെന്നറിയാവോ. ഇതുപോലെ ഒരു ടാങ്കൊക്കെ ഉണ്ടെങ്കിൽ, വേസ്റ്റായിട്ട് കളയുന്ന ടാങ്കൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഒരെണ്ണം വെക്കുവാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ വളം. എത്ര ഇത് നിറഞ്ഞുണ്ടായിരുന്ന, ഇപ്പം നോക്കിയാൽ അതിൻ്റെ ചൂട്ടിലേ ഉള്ളൂ. ഞാൻ കുറേ എടുത്തു, എന്നാലും ചൂട്ടിലേ ഉള്ളൂ ഇപ്പം. മിക്സി ജാറിലോട്ട് ഞാൻ കറ്റാർവാഴ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് അടിച്ചുകൊണ്ട് വരാവേ. നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു കപ്പിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഈ ചിരട്ടയിൽ കുറച്ച് ബ്ലീച്ചിങ് പൗഡറും കൂടെ എടുത്തിട്ടുണ്ടേ. ഞാനേ ഇഞ്ചി നടാനുള്ള പരിപാടി കേട്ടോ. രാവിലെ നല്ല പണിയാണ്. അതിനായിട്ട് കരികലയും ജൈവ വള കമ്പോസ്റ്റൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ചാക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ നടാൻ പോകുന്നത്. ഞാൻ വാഴക്കച്ച എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഏറ്റവും അടിയിൽ നമുക്ക് വാഴക്കച്ച ഇട്ട് കൊടുക്കാം. കരികില ഉള്ളവർക്ക് കരികില ഇട്ട് കൊടുക്കാം. ഇതും നല്ലതാണ് കേട്ടോ, നല്ല വെള്ളമാണ്. നല്ല തണുപ്പ് കിട്ടാനൊക്കെ ആയിട്ട് നല്ല
നല്ല കരികിലെല്ലാം കൂടിയ ഒരു മിക്സാണ് കേട്ടോ. മണ്ണും ഇലയെല്ലാം കൂടെ പൊടിഞ്ഞ ഒരു മിക്സാ. മണ്ണിച്ചിരി നനഞ്ഞു പോകണ്ടേ വാരാനൊരു ഇത്രയും മണ്ണ് മതിയേ. ഇച്ചിരി എള്ളുപൊടി ഇട്ട് കൊടുക്കാം. മുട്ടത്തോട് പൊടിച്ചാണേ. നമ്മുടെ ജൈവവളം കൂടി ഇട്ടു. ജൈവവളം കമ്പോസ്റ്റ്, അതായത് വേസ്റ്റ് കമ്പോസ്റ്റാണ്. ചാണകപ്പൊടി ഇടുന്നില്ല, ഇതുള്ളതുകൊണ്ട് ചാണകപ്പൊടി ഇടുന്നില്ല ഇപ്പോൾ. പിന്നീട് കിളുത്ത് വലുതായി കഴിയുമ്പം സ്ലറി ഇട്ടില്ല, സ്ലറി പച്ച ചാണകത്തിൻ്റെ സ്ലറി ഒഴിച്ചു കൊടുക്കും. ഇത് മതി, ചാണകത്തിനെക്കാളും നല്ല പവറുള്ള. നമുക്കനി ഇഞ്ചി വിത്ത് ഒഴിച്ച് വെച്ചു. മുളയൊക്കെ ആകുന്നതേ ഉള്ളൂ കേട്ടോ. ഇതുപോലത്തെ ഓരോ കഷ്ണം. ഇതിനകത്ത് മൂന്ന് പീസാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഈ കറ്റാർവാഴയും മഞ്ഞളും കൂടെ അരച്ച് ഇതിനകത്തൊന്ന് മുക്കിയിട്ട് നമുക്ക് നടാവേ. കേട് പിടിക്കാതിരിക്കാനും പെട്ടെന്ന് വളരാനും കൂടിയാണ് കേട്ടോ ഇത്. ചാണകത്തിനെക്കാട്ടും നല്ലതാണെന്നൊരു ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ ചെയ്യുന്ന കേട്ടോ. ഉണ്ട് മാക്സിമൂട്ടം വന്ന ബ്ലീച്ചിങ് പൗഡർ എല്ലാം തട്ടിയിട്ടു. ഒരു നുള്ള ബ്ലീച്ചിങ് പൗഡറും കൂടി ഇങ്ങനെ തൂക്കി കൊടുക്കാവേ. നമ്മുടെ മണ്ണിന് ചീച്ചിലൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കേട്ടോ. മണ്ണിനല്ല, ഇഞ്ചിക്ക്. ഒരു പ്രാവശ്യം ഇഞ്ചി നട്ടിട്ടേ മുഴുവൻ എൻ്റെ ചീഞ്ഞു പോയി. ഇങ്ങനെ കഴിഞ്ഞ വർഷം ഞാൻ ഇങ്ങനെ നട്ടിട്ട് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. നമുക്ക് കുറച്ച് കരിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ബാക്കിയെല്ലാം ഞാൻ നട്ടിട്ട് വരാം കേട്ടോ. ഒരു പ്രാവശ്യം കൂടെ ഞാൻ കാണിച്ചു തരാവേ. ചാക്കെടുക്കുക,
ചാക്ക് ഞാൻ തിരിച്ച് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഉണ്ട് ഇവിടം വരെ ഇങ്ങനെ. ഇതിലേക്ക് നമുക്ക് വാഴക്കച്ചി ഇട്ട് കൊടുക്കാം. വാഴക്കച്ചിയോ കരികലി എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. വാഴക്കച്ചി അതിനകത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് മണ്ണിട്ട് കൊടുക്കാം. മണ്ണെന്ന് പറഞ്ഞാൽ മണ്ണ് തന്നെയല്ല കേട്ടോ, കരികലും കൂടെ കൂടിയതാണേ. മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജൈവവള കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം. ചാണകം ഞാൻ ഇടുന്നില്ല കേട്ടോ.